ഇന്ന് പഴയ ഒരു ആലുവ അടുപ്പ് കൂടി പൊളിക്കാനായിട്ട് തുടങ്ങുകയാണ്. പൈപ്പ് ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു അടുക്കളയിലാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ചെറിയ അടുപ്പാണ്. 7-9 ആണ് ഇതിൻ്റെ സൈസ് ആയിരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലായിരുന്നു മാത്രമേ ഉള്ളൂ. കത്തിപ്പോയിട്ടാണ്, തകിട് സ്റ്റീൽ കത്തിപ്പോയതുകൊണ്ടാണ് ഇത്രയും വലിപ്പം തോന്നുന്നത്. 7-9 ഇത് 7ൻ്റെ അടുപ്പാണ്. ഇതധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. 9ൻ്റെ അടുപ്പ് മാത്രമാണ് അവർ അധികം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അടുപ്പ് മാത്രം കത്തിപ്പോയിട്ടുള്ളത്. ഇത് കുഴൽ ഉള്ളിൽ കൂടെ കൊടുത്ത് ചിമ്മിനിയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ്. കുഴലിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് കുഴലിൻ്റെ ഭാഗം പൊളിക്കുന്നൊന്നുമില്ല. കുഴൽ അതുപോലെ തന്നെ നിർത്തിയിട്ട് അതേ കുഴലിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പൊളിച്ചെടുത്തപ്പോഴുള്ള സ്റ്റീലിൻ്റെ അടിഭാഗത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടിയിലെ കാസ്റ്റേണെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം അടുപ്പുകൾക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതാണ് ഇത്തരം കംപ്ലൈൻറ്റുകൾ. ഇത് എല്ലാ ആലുവ അടുപ്പിനും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പൊളിച്ച് നമ്മൾ പുതിയ കട്ടയൊക്കെ വെച്ചിട്ട് പുതിയ അടുപ്പ് പണി തുടങ്ങിയിരിക്കുകയാണ്. ഷീറ്റ് വെച്ച് ഉറപ്പിച്ച് അതിൻ്റെ ഫ്രണ്ടെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി ചുറ്റുഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് ടൈൽസ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈൽസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൈൽസിൻ്റെ ജോയിൻറ്റുകൾ പോയിൻ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ്. സൈഡിൽ ഭാഗമെല്ലാം സ്റ്റെപ്പായി നിന്നതൊക്കെ ഒരേ ലെവലിലായിട്ടാണ് ടൈൽസ് ഒട്ടിച്ചിട്ടുള്ളത്. അടുപ്പിൻ്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഫയർ ക്ലാക്ക് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ അടുപ്പ്, ഇത് 6 ഇഞ്ചിൻ്റെ അടുപ്പ്, ഇത് 10 ഇഞ്ചിൻ്റെ അടുപ്പ്. ഇങ്ങനെയുള്ള അളവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടൈൽസിൻ്റെ പണിയൊക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായിട്ടും ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളെല്ലാ സൈറ്റിലും കൊടുക്കുന്നത് പോലെ 2 റെഡ്യൂസറുകൾ, 8 ഇഞ്ചിൻ്റെ റെഡ്യൂസർ, 10 ഇഞ്ചിൻ്റെ റെഡ്യൂസർ, ഇങ്ങനെ 2 റെഡ്യൂസറുകളും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിനെ മൂടി വെച്ച് ഞങ്ങളുടെ പണിയോടെ പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്.